നമ്മളൊരു റിപ്പബ്ലിക് രാജ്യമാണ്. റിപ്പബ്ലിക് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തലവനെ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന രീതിയെയാണ് നമ്മൾ റിപ്പബ്ലിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തലവനായ പ്രസിഡന്റിനെ നമ്മൾ തെരഞ്ഞെടുക്കുക. ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി എന്നാണ്. അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സിന് പ്രസിഡന്റിനെ എലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഇംപീച്ച്മെന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ദ ഓൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്നാണ്. അതായത് അവിടെ എലക്റ്റഡ് ആയിട്ടുള്ളതും നോമിനേറ്റഡ് ആയിട്ടുമുള്ള എം പിമാർ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നത്. അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്കോ യൂണിയൻ ടെറിട്ടറികളിലെ എലക്റ്റഡ് മെമ്പേഴ്സിനോ സ്ഥാനമില്ല. നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ഓർക്കേണ്ടത് ഇലക്ട്രൽ കോളേജിൽ എലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ.